ISLയിലെ കഴിഞ്ഞുപോയ 2 സീസണായി ചെന്നൈയിൻ എഫ്.സിക്ക് വേണ്ടി ബൂട്ടണിയുന്ന സ്കോട്ടിഷ് താരമാണ് കോർണർ ഷീൽഡ്സ് എന്ന് പറയുന്ന താരം. നമുക്കെല്ലാവർക്കും അറിയാം, ചെന്നൈയിൻ എഫ്.സിക്ക് ഈ കഴിഞ്ഞുപോയ 2 സീസണുകളിലും വലിയ കാര്യമായൊരു പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവർക്ക് വേണ്ടി മികച്ച പ്രകടനം മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ച സ്കോട്ടിഷ് താരമാണ് കോർണർ ഷീൽഡ്സ് എന്ന് പറയുന്ന താരം. കഴിഞ്ഞൊരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയത്, അതായത് ISLയിൽ തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയത്, ഈ കഴിഞ്ഞുപോയ 2024-25 സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരം ഇദ്ദേഹമാണ്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി വില പിരിക്കുവാനായിട്ട് പല വമ്പൻ ക്ലബ്ബുകളും രംഗത്തുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു അന്തിമമെന്ന് അന്നേ റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കോർണർ ഷീൽഡ്സിനെ നിലനിർത്തുവാനായിട്ട് ചെന്നൈയിൻ എഫ്.സിക്ക് ഒബ്വിയസ്ലി ശ്രമിക്കുമെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്.സിയും നിലവിൽ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് സാധ്യതകൾ, അതായത് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കോർണർ ഷീൽഡ്സ് ഒരു മിഡ്ഫീൽഡറാണ്. അതായത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും മിഡ്ഫീൽഡ് പൊസിഷനിലും ഒക്കെ കളിക്കുന്ന ഒരു താരമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ എങ്ങനെ കളിക്കുന്നുവോ അതേ ഫോർമാറ്റിൽ തന്നെയാണ് കോർണർ ഷീൽഡ്സ് ചെന്നൈയിൻ എഫ്.സിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോർണർ ഷീൽഡ്സിനെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തി, അതായത് ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ലൂണ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2021-22 സീസൺ തൊട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു താരമാണ് അഡ്രിയാൻ നിക്കോളാസ് ലൂണ എന്ന് പറയുന്ന താരം. ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് പടിയിറങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഒരു ടീമിൽ 6 വിദേശ താരങ്ങളാണ് സാധ്യതകൾ ഉള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും സ്ട്രൈക്കേഴ്സിനെ വേണം. കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും 2 സ്ട്രൈക്കേഴ്സിനെയാണ് ടീമിൽ നിലനിർത്തുവാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത്. അത് മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സുമായി നോവ സദോയ്ക്കും ഒരു വർഷത്തേക്ക് കൂടി കരാർ 2-in-1 കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തതിനാൽ തന്നെ ഒരു വർഷത്തേക്ക് കൂടി കരാർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതലും സാധ്യത കാണിക്കുന്നത് 2 ഡിഫൻഡർമാരെയും കൂടി നിലനിർത്താനാണ്. അങ്ങനെയുള്ള സാഹചര്യമാണ്, അത് 2 ഡിഫൻഡർമാരെയും കൂടി ടീമിലേക്ക് എത്തിക്കുവാനാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മിഡ്ഫീൽഡറെ വെച്ച് കളിക്കുവാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോർണർ ഷീൽഡ്സ് എന്ന് പറയുന്ന സ്കോട്ടിഷ് താരത്തെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉറപ്പായും ലൂണ പടിയിറങ്ങുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുമെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സീസണിൻ്റെ അവസാനത്തിൽ തന്നെ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇനി ആലോചിച്ചിട്ട് എന്താണോ തീരുമാനം അതനുസരിച്ച് നിലനിൽക്കും എന്ന തരത്തിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടാണോ ഇനി കോർണർ ഷീൽഡ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ഒരു കാര്യം ആരാധകർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്.